ഡോക്ടർ ബി അശോകിന്റെ സ്ഥാനമാറ്റത്തിലെ സർക്കാർ ഹർജി മുൻഗണന നൽകി പരിഗണിക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഹൈക്കോടതി നിർദ്ദേശം. സ്ഥാനമാറ്റത്തിൽ ഗവർണറെ കക്ഷി ചേർത്ത ബി അശോകിന് നടപടിയും ട്രൈബ്യൂണൽ പരിഗണിക്കട്ടെ എന്ന് കോടതി പറയുകയാണ്. ഗവർണറെ കക്ഷി ചേർത്ത നടപടി സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, അതൊക്കെയും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് എന്നാണോ കോടതി പറയാതെ പറയുന്നത്? ഹാഷ്മി, നിലവിൽ ഈ വിഷയം പരിഗണിക്കുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. ആ കേസ് ഇന്നും നാളെയും ഒക്കെയായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ പിന്നീട് നിലവിൽ ഇങ്ങനൊരു ഹർജിയുടെ ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഒപ്പം IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ വ്യവസ്ഥകൾ പാലിക്കണമെന്ന CIT ഉത്തരവ് ചോദ്യം ചെയ്ത പ്രധാന ഹർജിയും ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ഹർജി സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് കോടതി ചോദിച്ച ഘട്ടത്തിലാണ് ബി അശോക ഗവർണറെ കക്ഷി ചേർത്ത നിലപാട് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഗവർണറെ കക്ഷി ചേർക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട്. കോടതിയും അതേ നിലപാട് തന്നെ പറഞ്ഞു. പക്ഷേ അതിൽ തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണെന്നാണ് നിലവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിലാണ് ഈ ബി അശോകിന്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം അത് മുൻഗണന നൽകി പരിഗണിക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിലൊരു തീരുമാനം ഉണ്ടായ ശേഷമായിരിക്കും സർക്കാർ നൽകിയ ഈ അപ്പീൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. ഒരാഴ്ചക്ക് ശേഷം ഈ ഹർജി വീണ്ടും പരിഗണിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. ബി അശോകും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് അത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിട്ടിപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. 3 തവണയാണ് ബി അശോകിനെ സ്ഥാനമാറ്റം നടത്തിയത്. ആ 3 തവണയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സർക്കാരിന് വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവിന് ഈ വിഷയത്തിൽ ഇടപെടാൻ ഉള്ള അധികാര പരിധി ഇല്ല എന്നും ഒപ്പം ഈ സ്ഥാനമാറ്റങ്ങൾ അത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നും IAS ഉദ്യോഗസ്ഥർക്ക് ഒരു വകുപ്പിൽ മാത്രമേ ജോലി ചെയ്യാനാകൂ എന്നുള്ളത് അംഗീകരിക്കാനാവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ എന്ന് പറഞ്ഞത്. പക്ഷേ അതിലെല്ലാം അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലേക്കൊക്കെ വാദം കേൾക്കുക ഈ കേന്ദ്ര ട്രിബ്യൂണലിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ അറിഞ്ഞ ശേഷമായിരിക്കും. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ബി അശോകും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ അതൊക്കെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പരിഗണിക്കട്ടെ എന്ന് പറയുകയാണ് ഹൈക്കോടതി ഗവർണറെ കക്ഷി ചേർത്ത് അടക്കമുള്ള വിഷയത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.